ആവശ്യമാണെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രയേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലി ഫദവിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുൻപ് ഇസ്രയേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നു. ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്നാരോപിച്ച് ഒക്ടോബർ 26-ന് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തിയിരുന്നു. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്ന് ഫദവി വ്യക്തമാക്കി. ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ലെന്നും നമ്മെ നേരിടാൻ മറുവശത്ത് ആരാണ് നിൽക്കുന്നത്? മഹാനായ സാത്താൻ, അമേരിക്ക എന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ചത് 1979 നവംബർ 5-ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ആണവ വികസനം പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തി ഒരു ദിവസത്തിന് ശേഷമാണ് അലി ഫദവിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഇറാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നും നെതന്യാഹു പറഞ്ഞിരുന്നു. ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ഇറാന്റെ അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇറാനുമായുള്ള ഒരു കരാറിന് ട്രംപ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ആണവായുധ മേഖലയ്ക്ക് മേൽ ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി. 2024 ഏപ്രിൽ 13-ന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 എന്ന ഇറാന്റെ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 300-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിരുന്നു. ദമാസ്കസിൽ 2 ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരുന്നു ഇറാന്റെ ഈ നടപടി. 2024 ഒക്ടോബർ 1-നാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 നടന്നത്. മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം 200 മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാന് ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് അലി ഖമേനി മറുപടി നൽകിയത്. അതേസമയം രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാനെ ഒരിക്കലും തളർത്തില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുകയുണ്ടായി. ഇറാന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ്. സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തില്ലെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അരാക്ചി പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ഒന്നുകിൽ ഒരു കരാറിലെത്തുക, അല്ലെങ്കിൽ കടുത്ത ആക്രമണങ്ങൾ നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിയാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകൾ. ഇറാനെതിരെ പരമാവധി സമ്മർദ്ദവും പ്രമേയങ്ങളും കൊണ്ടുവരാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിലും അതിലൊന്നും ഇറാൻ പതറിയില്ലെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതി 0-ലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമേലുള്ള പരമാവധി സമ്മർദ്ദ നയം വീണ്ടും കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശത്തിൽ ട്രംപ് ഈ മാസം ഒപ്പുവെച്ചിരുന്നു. ഒപ്പുവെച്ചതിന് ശേഷം പക്ഷേ ആക്രമണത്തെക്കാൾ ഇറാനുമായി ഒരു കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താനുള്ള ഒരു താല്പര്യവും അലി ഖമേനി കാണിച്ചിരുന്നില്ല. കൂടാതെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇറാൻ സന്ദർശിക്കുമെന്ന് അരാക്ചി പറഞ്ഞു. പ്രാദേശിക സംഘർഷങ്ങളിൽ ഒരു പ്രധാന മധ്യസ്ഥനായ ഖത്തർ ഇറാനും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. അതിനിടയിൽ യുദ്ധക്കളത്തിൽ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി 2 തരം നൂതന തന്ത്രപരമായ ആശയവിനിമയ വാഹനങ്ങളെ സേനയിലേക്ക് ഇറാൻ സംയോജിപ്പിച്ചതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു.
IRGCയുടെ സൈനിക ശേഷിയിൽ വളർച്ച അടയാളപ്പെടുത്തിയ ഈ വികസനം കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമിയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 17-നാണ് നടന്നത്. പർവ്വത പ്രദേശങ്ങളിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലായാലും കഠിനമായ കാലാവസ്ഥ നേരിടുമ്പോഴായാലും IRGCയുടെ കരസേനയ്ക്ക് കൃത്യമായ ആശയവിനിമയം നൽകുന്നതിനാണ് അത്യാധുനിക ഘതം 270-ഉം 450-ഉം വാഹനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന IRGCയുടെ സേനകൾക്ക് തടസ്സമില്ലാത്തതും തത്സമയവുമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സേവനങ്ങൾ ഈ വാഹനങ്ങൾ ഉറപ്പാക്കുന്നു. ഇറാന്റെ സായുധ സേനയിലുള്ള സാങ്കേതിക മികവ് മാത്രമല്ല, ഏത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും മൊബൈൽ യൂണിറ്റുകളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാറ്റത്തിന്റെയും സൂചനയായും പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങളെ അഭിസംബോധന ചെയ്തു. പ്രതിരോധ മന്ത്രാലയത്തിലെയും സായുധ സേന ലോജിസ്റ്റിക്സിലെയും വിദഗ്ധർ കോപ്സിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ നിരവധി മാസത്തെ ഗവേഷണ പ്രവർത്തന പരീക്ഷണങ്ങളുടെ പരിസമാപ്തിയാണ് ആ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം. നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുടർച്ചയായ ശ്രമങ്ങളിൽ ഈ വികസനം ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. നിരവധി ഉന്നത പ്രതിരോധ നവീകരണങ്ങളുടെ ചുവട് പിടിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. അതുകൂടാതെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത 2000 കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് IRGC. കൂടാതെ സമുദ്ര മേഖലകളിൽ നിരീക്ഷണവും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ തരം ആളില്ല ആകാശ സംവിധാനങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു പുതിയ ഡ്രോൺ കാരിയർ കപ്പൽ രാജ്യത്തിന്റെ നാവികസേന അടുത്തിടെ വിന്യസിച്ചിരുന്നു. ദിവസേന കൂടിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭീഷണികൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഇത്തരം മുന്നേറ്റങ്ങൾ രാജ്യം നടത്തുന്നതെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുറത്തുനിന്നും വരുന്ന മുന്നറിയിപ്പുകൾക്കുള്ള തക്കതായ പ്രതിരോധശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും ഇറാൻ ആവർത്തിച്ചു പറഞ്ഞു. ദേശീയ സുരക്ഷയും പ്രാദേശിക സ്വാധീനവും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്കും രാജ്യം പ്രാധാന്യം നൽകുന്നുണ്ട്.